അവിഹിതത്തിൽ നിന്ന് തന്റെ ഭാര്യയെ തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം ഈ നിയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നോമ്പിനെ പിടിക്കുക. ആ നോമ്പ് പിടിച്ച ദിവസം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തിനെ അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആയത്തെത്തുന്ന സമയത്ത് 11 തവണ അതിനെ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബഖറ നിങ്ങൾ മുഴുമിപ്പിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ സൂറത്തു യൂസുഫ് നിങ്ങൾ പാരായണം ചെയ്യുക. യൂസുഫ് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യേണ്ടുന്നത് 11 ദിവസമാണ്. ആ യൂസുഫ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള 33-ാമത്തെ ആയത്ത്, ആ ആയത്തിനെ നിങ്ങൾ 7 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുക. ശേഷം യാസീൻ ഓതുക. യാസീൻ പാരായണം ചെയ്യുന്ന സമയത്ത് 55 മുതൽ 58 വരെയുള്ള ആയത്തുകൾ എത്തുമ്പോൾ ആ ആയത്തുകളെ 11 തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതിയിട്ട് ആ യാസീൻ നിങ്ങൾ മുഴുമിപ്പിക്കുക. ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 തവണ നിങ്ങൾ പാരായണം ചെയ്യുക. ശേഷം നിങ്ങൾ തഹരീം സൂറത്തിലെ ആദ്യത്തെ 11 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തിട്ട് ആ വെള്ളത്തിൽ മന്ത്രി ചൂതിയിട്ട് ആ വെള്ളം നിങ്ങളുടെ പാർട്ട്ണർക്ക്, ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അവിഹിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.